പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ തീരുമാനിച്ച നോർവേയിലെയും അയർലൻഡിലെയും അംബാസഡർമാരെ ഇസ്രായേൽ തിരിച്ചു വിളിച്ചു. പ്രതിരോധത്തിനുള്ള ഇസ്രായേലിന്റെ അവകാശത്തെയും ഹമാസ് തീവ്രവാദികൾ ബന്ദികളാക്കിയവരെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങളെയും ദുർബലപ്പെടുത്തുന്നതാണ് ഈ രാജ്യങ്ങളുടെ നടപടിയെന്ന് ഇസ്രായേൽ ആരോപിച്ചു. വിദേശകാര്യ മന്ത്രാലയമാണ് അംബാസിഡർമാരെ അടിയന്തരമായി തിരിച്ചു വിളിക്കുന്ന വിവരം അറിയിച്ചത്. സ്വയം പ്രതിരോധത്തിനുള്ള ഇസ്രായേലിന്റെ അവകാശത്തെ തടയാൻ ആർക്കും കഴിയില്ലെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കി. ഗാസയിൽ ഹമാസ് തീവ്രവാദികൾ കൈവശം വച്ചിരിക്കുന്ന 128 ബന്ദികളെ തിരികെ നൽകാനുള്ള ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുന്നതാണ് ഈ രാജ്യങ്ങളുടെ നടപടി. ഇസ്രായേലി പൗരന്മാർക്ക് സുരക്ഷയൊരുക്കുമെന്നും ഹമാസിനെ ഇല്ലാതാക്കി ബന്ദികളെ തിരിച്ചെത്തിക്കുവാനുമുള്ള ദൃഢനിശ്ചയവുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. ലക്ഷ്യം നേടുന്നതുവരെ ഇസ്രായേൽ നിശബ്ദരാകില്ലെന്നും ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കി. പാലസ്തീനെ അംഗീകരിക്കാനുള്ള തീരുമാനത്തിന് പിന്നാലെയാണ് നോർവേയിലെയും അയർലൻഡിലെയും അംബാസിഡർമാരെ തിരിച്ചു വിളിച്ചുകൊണ്ട് ഇസ്രായേൽ ഉത്തരവിറക്കിയത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെഗേന ന്യൂസ്.